ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്, ഹാപ്പി വീക്കെൻഡ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് വീക്കിൽ സ്വിംഗ് ട്രേഡിങ്ങിന് ഫോക്കസ് ചെയ്യാൻ പറ്റിയ 12 ഓഹരികളാണ്. ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കിലാണ്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ബാലാജി അമൈൻസ് ആണ് ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ആനന്ദ് രതി റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. 2399 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 2700 ആ ഒരു റേഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ടാർഗറ്റ് ഇപ്പോൾ റീച്ച് ആകുമ്പോൾ എന്നുള്ളത് കുറച്ച് ഡൗട്ട്ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിയറസ്റ്റ് ടാർഗറ്റായ 2420 നമുക്ക് എടുക്കാം. ഓക്കെ, 2450 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 2550 ആ ഒരു റേഞ്ച് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് 2700 വരുമെന്നുള്ളത് കുറച്ച് ഡൗട്ട്ഫുള്ളാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റോക്ക് ത്രിവേണി എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഡസ്ട്രീസ്. ആക്സിസ് സെക്യൂരിറ്റീസ് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ 403 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. ഡൗൺ ട്രെൻഡിൽ പോവുകയാണ്. ബട്ട് 435 ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ദെൻ തേർഡ് സ്റ്റോക്ക് രുദ്ര ഗ്ലോബൽ ഇൻഫ്രാ പ്രോജക്ട്സ്. 51 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 70 ആണ് ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത്. പ്രോഫിറ്റ് മാർട്ടാണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 55 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാൽ നല്ലൊരു അപ് ട്രെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 55, 60 ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കുക. സെക്കൻഡ് ടാർഗറ്റ് 70. ഓക്കെ, തേർഡ് സ്റ്റോക്ക് കിർലോസ്കർ ഓയിൽ എഞ്ചിൻസ്. മോത്തിലാൽ ഒസ്വാൾ റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സ്റ്റോക്ക്. 1450 ആണ് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത് മുകളിൽ പോകുന്ന റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ബട്ട് ഈ പറയുന്ന എല്ലാ സ്റ്റോക്കിൻ്റെയും വാല്യുവേഷൻ, അതുപോലെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ, മാർക്കറ്റ് ഡയറക്ഷൻ, ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം ഇത് നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് ഇടുന്നത്. ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഇത് ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കിലാണ്. ദെൻ കമിൻസ് ഇന്ത്യ 3900 കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 4300 വരെ പോകും എന്നാണ് മോത്തിലാൽ ഒസ്വാൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. സോ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യും. അത് ഹിറ്റ് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിലാണ് നമുക്ക് ആ ഒരു ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ലെമൺ ട്രീ ഹോട്ടൽസ് ആണ്. 148 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 150 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകണം. സോ മോത്തിലാൽ ഒസ്വാൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 175 ആണ്. ഓക്കെ, സോ നിയറസ്റ്റ് ടാർഗറ്റ് 155, 160 ആ ഒരു രണ്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ മാത്രമേ ആ ഒരു 175 നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ അത് 1.55% ഡൗൺ ട്രെൻഡിലാണ്. ജിയോജിത്ത് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യും. 711 ആണ് ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഈ സ്റ്റോക്കിനും നമുക്ക് എന്ത് ചെയ്യാം, നിയറസ്റ്റ് ടാർഗറ്റ് എടുക്കാം. 590, 600 ആ ഒരു റേഞ്ച് എക്സ്പെക്ട് ചെയ്യാം. അത് ഫസ്റ്റ് ബ്രേക്ക് ചെയ്താലേ നമുക്ക് ആ ഒരു ഓൾ ടൈം ഹൈ ഒക്കെ ഹിറ്റ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കും. കാരണം മാർക്കറ്റ് കണ്ടീഷൻ നോക്കിയിട്ട് വേണം ഈ ഒരു സ്റ്റോക്കിൻ്റെ ടാർഗറ്റൊക്കെ നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ സൈഡ് വേസിൽ പോകുന്നതുകൊണ്ട് ഒത്തിരി വലിയ ടാർഗറ്റ് നമ്മൾ നോക്കാതെ ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ടാർഗറ്റ്സ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് അംബുജ സിമെൻ്റ് ആണ്. അംബുജ സിമെൻറ്റ്സ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് പ്രഭുദാസ് ലീലാവർ. 657 ട്രേഡ് ചെയ്യുന്നു. 690 ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുന്നതാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്കിനും ഇതേപോലെ തന്നെ 660 ഫസ്റ്റ് ടാർഗറ്റ്, അത് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 680. അത് ഈ രണ്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ മാത്രമേ 697 പോകും നമുക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വരുന്നത് എഞ്ചിനീയേഴ്സ് ഇന്ത്യ റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. പ്രഭുദാസ് ലീലാവർ 257 ട്രേഡ് ചെയ്യുന്നു. 262 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാലേ നമുക്കൊരു നല്ലൊരു അപ് ട്രെൻഡ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. 290 ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യും എന്നാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനും 265 നിയറസ്റ്റ് ടാർഗറ്റ് ഫസ്റ്റ് അച്ചീവ് ചെയ്തിട്ട് എന്നാലേ 275, 280 മാക്സിമം. ഓക്കെ, ദെൻ സിയാറ്റ് KP സെക്യൂരിറ്റീസ് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്.
സിയാറ്റ് DLM ഈ ഒരു സ്റ്റോക്കാണ്. ഓക്കെ, ഇതെല്ലാം ഇപ്പോൾ ഡൗൺ ട്രെൻഡിൽ പോകുന്ന ഒരു സ്റ്റോക്കാണ്. സോ 735 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാൽ നല്ലൊരു അപ് ട്രെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. 800 വരുള്ളൂ. സിയാറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ 1871 ട്രേഡ് ചെയ്യുകയാണ്. 1875 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1880, 2000 ആ ഒരു റേഞ്ചാണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ പെന്നി സ്റ്റോക്കിൽ വോഡാഫോൺ ഐഡിയ 17 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 22 പോകുന്ന റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അഗെയിൻ ഈ സ്റ്റോക്കിൻ്റെ വാലുവേഷൻ കൊള്ളത്തില്ല, ബട്ട് ടെക്നിക്കൽ ബേസിൽ ഉയരാൻ സാധ്യതയുണ്ട്. ദെൻ ധനലക്ഷ്മി ബാങ്ക്. ധനലക്ഷ്മി ബാങ്ക് ഇതേപോലെ തന്നെ 46 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാലാണ് നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. 65 വരെ പോകും. 36 സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ബട്ട് അഗെയിൻ ഈ ഒരു സ്റ്റോക്കും ഇപ്പോൾ ഡൗൺ ട്രെൻഡിൽ താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 46 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകണം. 50, 55 ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു 65 റീച്ച് ആകാനുള്ള സാധ്യതയുള്ളത്. ദെൻ ഈ ഒരു സ്റ്റോക്ക് 45 ബ്രേക്ക് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും വാല്യുവേഷൻ ഒന്നും കൊള്ളത്തില്ല. അതെല്ലാം നിങ്ങളും കൂടി അനലൈസ് ചെയ്യുക, എന്നിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സോ 20 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകുകയാണെങ്കിൽ 25 വരെ പോകാൻ സാധ്യതയുണ്ട്. രതൻ ഇന്ത്യ എൻ്റർപ്രൈസ് ഇതെല്ലാം റിസ്കി സ്റ്റോക്കുകളാണ്. ഓക്കെ, പെന്നി സ്റ്റോക്ക് ആയതുകൊണ്ട്. ഇതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്ക് നല്ല ബ്രേക്കൗട്ട് തരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്തുക. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോ, ക്രൂഡ് ഓയിൽ, ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ഫ്രീ ആയിട്ട് ഇൻട്രാഡേ ഡെലിവറി ടിപ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.